ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല വെജിറ്റബിൾ കുറുമ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. വെജിറ്റബിൾ കുറുമ ചെയ്യാനായിട്ട് ആദ്യമേ തന്നെ കുറച്ച് ഗ്രീൻ പീസ് കഴുകി വൃത്തിയാക്കിയത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാരറ്റ്, പച്ചമുളക്, സവാള ഉള്ളി, ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാണ് നുറുക്കിയതും കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി കുക്കറിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കർ അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം സൈസ് തീയിലാണ് വേവിച്ചെടുക്കേണ്ടത്. കഷ്ണങ്ങളെല്ലാം കുക്കറിലേക്ക് ഇട്ട പിറകെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് കുറുമയിലേക്ക് വേണ്ടുന്ന ഒരു അരപ്പ് കൂടി തയ്യാറാക്കാം. ആദ്യമേ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ജീരകം, കുറച്ച് പെരുംജീരകം, ഒരു 3 കഷ്ണം ചുവന്നുള്ളി, ഇത്രയും ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ജാറിൽ നല്ലപോലെ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ അരച്ച് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത കഷ്ണങ്ങൾ മുഴുവനും ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കണം. തിളച്ച ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടിവകകൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കും. ഈ ഗരം മസാല ഹോം മെയ്ഡാണ്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ പോയി നോക്കിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറിലുള്ളത് കൂടി കുറച്ച് വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പെല്ലാം ചേർത്ത് കൊടുത്തു. ഇനി കറി ഒന്ന് തിളക്കട്ടെ. ഉപ്പ് കൂടി പാകത്തിനാക്കി കൊടുക്കേണ്ടതാണ്. കുറുമയിലേക്ക് വേണ്ടുന്ന ഒരു താളിപ്പ് കൂടി തയ്യാറാക്കണം. ആദ്യമേ തന്നെ ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. വറ്റൽമുളക്, ചെറിയ ഉള്ളി, കരിവേപ്പില ഇട്ട് കൊടുത്തു. ഈ താളിപ്പ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എത്രയുള്ള ഇന്നത്തെ വീഡിയോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.